എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പാകം ചെയ്യാൻ പോയത് സേമിയ ഉപ്പുമാവാണ്. എങ്ങനെ ഉണ്ടാക്കും എന്ന് നിങ്ങൾ കണ്ടു കാണുക. അപ്പോൾ ഞങ്ങൾ ഇന്ന് അമ്മച്ചി പറഞ്ഞ പോലെ സേമിയ ഉപ്പുമാവാണ്. അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റ്, ഉള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ബീൻസ്, വറ്റൽമുളക്, അണ്ടിപ്പരിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയാലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഉണ്ടാക്കാം. ആദ്യം തന്നെ ഇത് കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ അല്ല, ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിത് ഇടയ്ക്ക് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മച്ചിക്ക് ഇഷ്ടമാണോ ഇത്? എനിക്ക് ഇഷ്ടമല്ല. ഇത് ഉപ്പുമാവാ അമ്മച്ചി. പായസം നമുക്ക് ഉണ്ടാക്കണമല്ലോ. കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. മേടിക്കുമ്പോഴേടാ പല ദിവസമൊക്കെ കൊള്ളിച്ച് മേടിക്കണം. അല്ല അപ്പോഴുള്ള കാര്യം കാണാമല്ലോ. അല്ല ദാരിദ്ര്യപ്പണി ചെയ്യരുത്. കുറച്ച് നെയ്യ് മതി കേട്ടോ. പിന്നെ ചൂടായിട്ട് വരട്ടെ. ഇങ്ങനെ പെരട്ടണ്ടേ? ഇങ്ങനെ എല്ലാം കൊടുത്ത് കൂട്ടിന് പടിപെട്ടാ ഒരു പാത്രത്തിലിട്ടിട്ട് നെയ്യിട്ട് കൂട്ടിന് പടിപെട്ടാണ് പെട്ടണം. പിടിച്ചു കാണിച്ച് ഞാൻ എടുക്കാം. അയ്യാ മൊത്തം എടുത്തോ. എന്നിട്ട് തീർക്കണം. തുടച്ചോ. അതെല്ലാം വേണ്ട വെച്ചല്ലേ? അരക്കിലോല്ലേ? ഒരെണ്ണം പോലും പുറത്തോന്ന് എനിക്കിഷ്ടമല്ല. അപ്പം നമുക്ക് ഇതിലോട്ട് ഇടാം കേട്ടോ. അരക്കിലോ ബാക്കിയായിരിക്കും അത്. എന്നിട്ടിപ്പോൾ പൂവ് വളഞ്ഞവരാണ്. അത്രയൊക്കെ ഒടിഞ്ഞാൽ മതി കേട്ടോ. നമുക്കതേ കരിഞ്ഞു പോവാതെ പെട്ടെന്ന് ഇതിങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കണം. ഉണ്ടാക്കാറുണ്ട്. ഉണ്ടാക്കി കഴിയട്ടെ. വറുക്കണല്ലേ ഉള്ളു. അതെ, ഇതിങ്ങനെ വറക്കുമ്പോൾ പുറത്ത് ചാടുന്നുണ്ടല്ലോ അമ്മച്ചി. അത് ഇതിൻ്റെ അകത്ത് വെച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടിയിട്ട് പൂട്ടിന് പൊടി വരണമൊക്കെ കിട്ടണം. ഞാൻ അവിടെ ഹോസ്റ്റലിൽ ഉണ്ടാക്കാന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഹോസ്റ്റലിൽ ഉണ്ടാക്കുമ്പോഴേ റോസ്റ്റ് ചെയ്തതാണ് വാങ്ങിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രശ്നം. അത് ആരൊക്കെ ഒരാൾക്കാകുമ്പോൾ അത് മതി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്കിഷ്ടം ഇങ്ങനെയൊക്കെയുള്ള ഫുഡൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഏകദേശം റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. സേമിയ കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. അപ്പോൾ എണ്ണ ചൂടായി. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇടാം. കടുക് പൊട്ടിയിട്ട് എന്താ ഇടണ്ട ചേട്ടാ? കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ ഇതിലില്ല. ഉലുവയില്ല, ഉപ്പുമാവിൽ ഉലുവ വേണ്ട. നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതിടാം കേട്ടോ. ഇഞ്ചി കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ കുറച്ച് കാഷ്യൂ നട്ട്, അത് കഴിഞ്ഞ് കുറച്ച് പച്ചമുളക്. ഇഞ്ചിയുടെ അപ്പൻ്റെ പേര് ഞാൻ ആലോചിക്കുക. ഇഞ്ചിയുടെ അപ്പൻ്റെ പേര് വെളുത്തുള്ളി. അയ്യോ, ഇത് കുറച്ച് ബീൻസും കൂടി ഇട്ടു. ക്യാരറ്റ് ഇട്ടു. പിന്നെ സവാള അരിഞ്ഞതിട്ടു. ടോട്ടൽ എല്ലാം ഇട്ടു.
സ്വർണം മേടിച്ചാലേ കറിയും വെക്കാം ജ്യൂസ് കുടിക്കാം. കാര്യം എന്താ നോക്കി, കാര്യം എന്താ? സ്വർണ്ണത്തിൽ ക്യാരറ്റ് ഇല്ലേ? ഇത് ക്യാരറ്റ്, എന്നത് അത് അതെന്താ? അത് തന്നെ ക്യാരറ്റ്, ഗ്യാരണ്ടി. അത് കാരറ്റ്, രണ്ടും ഇത് തന്നെ. ക്യാരറ്റ് ആണോ? പോവാ കഴിച്ചിട്ട് പോകാൻ പറ്റുമോ? കഴിക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രസമുണ്ടല്ലോ ചേട്ടാ കാണാൻ. കാണാൻ ഭംഗിയുണ്ട്. ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിടാം കേട്ടോ. ദേ പോരെ. എന്നിട്ട് അതിങ്ങനെ ആവിയിൽ ഒന്ന് വേകട്ടെ. അതേറ്റ് ഇളക്കല്ലേ ഇളക്കിയ അല്ലേ അമ്മച്ചി? ഇതൊക്കെ എന്തോ അമ്മച്ചി അതിശയത്തോടെ ഇങ്ങനെ അമ്മച്ചി ഇങ്ങനത്തെ ഉണ്ടാക്കാറില്ല. അരിയെല്ലാം നല്ലത്. ഞാനിത് ഉണ്ടാക്കാറുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെച്ചത്. എന്താ അമ്മച്ചി? പച്ചവെള്ളം പേപ്പലും ഇഞ്ചി അതിലൊക്കെ ഇടും. വെളുത്തുള്ളിയൊക്കെ ചതച്ചിടും, ഉരുവ ഇടും, ഉപ്പാവില്. പച്ചക്കറി ഇടാറില്ല. പച്ചക്കറി ഇടാറില്ല. പച്ചക്കറി ഇടാറില്ല. ക്യാരറ്റ് ബീൻസും ഞങ്ങൾ പച്ചക്കറിയും പിന്നെ എല്ലാം ഇടാറുണ്ട്. എല്ലാം അല്ല, ക്യാരറ്റും ബീൻസും ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ഇടാറുണ്ട്. സാമ്പാർ ഉണ്ടാക്കപ്പ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ആ വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ. വെളുത്തുള്ളി ഇട്ട് ചതക്കും. വെളുത്തുള്ളി ഇഞ്ചി ഇനിയിപ്പോ ഇനി എന്ത് ചെയ്യണം എന്നിട്ട്? ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഒന്ന് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കും. ആയാ ആയിട്ടില്ല, തീ കൂട്ടിയിടുന്ന തീയൊന്നും കൂട്ടണ്ട, ചെറിയ തീയിൽ വേകണം. ഇതിനെ കുറച്ച് ക്ഷമ വേണം. ഇത് ഇട്ട് ചിലപ്പോൾ തട്ടുകൾ ക്ഷമ വേണം. ക്ഷമ വേണം. അതാണ് എനിക്കില്ലാത്തത്. ആണോ അമ്മച്ചി? ചേട്ടന് ക്ഷമയില്ലേ? ആവശ്യത്തിനുണ്ട്. ചേട്ടൻ ഇങ്ങനെ കൂടെ നിൽക്കും കേട്ടോ, അത് വേകുന്നോടം വരെ ഇവിടെ ഉണ്ടാവും. വിശക്കണ പെട്ടെന്നുണ്ടാക്കി. അതായി വരട്ടെ. വിശക്കണത് ആ മോളിരിക്കണ എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാൻ തപ്പി തിന്നി നോക്കി തിന്നി തിന്നിനകത്തുണ്ടാവും. സാധനം എന്തെങ്കിലും നിനക്ക് ആവശ്യമുള്ള സാധനം ഉണ്ടാവും. മുളക് പൊടിയാ? നട്ട്സ്, ആ ബോക്സിനകത്ത് കുറച്ച് നട്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാരുടെ പണി ഇങ്ങനെയൊക്കെ ചെയ്യണം? എൻ്റെ പണിയാണ്. അപ്പം ഇത് ആൾക്കാരെ അതിനെ പിടിച്ചിരിക്കും. ഇതെന്താ കഴിക്കാന്ന്? ഉം? പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ബദാം കഴിക്കും, അത് ചവക്കാൻ ബുദ്ധിമുട്ടാണ്. ചവക്കാല അല്ലെങ്കിൽ ഈന്തപ്പഴം. ആ ശർക്കര വരട്ടി എനിക്കും കൂടെ വരണം. ഉണ്ടല്ലോ വേണ്ട. പാവും 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുവാണ്. വെള്ളം തിളക്കണം ആ തിളയ്ക്കണം. അല്ലേ? വെള്ളം തിളച്ചിട്ട് എന്താ പരിപാടി? വെള്ളം തിളച്ചിട്ട് എന്തായിരിക്കും നെക്സ്റ്റ്? ഇതങ്ങോട്ട് ചേമയിടും. ഉപ്പിട്ട ഉപ്പ് കുറവാണോ? ഞാൻ ഇങ്ങോട്ട് പോന്നു. ഉപ്പില്ല. ഉപ്പ് നമ്മൾ ഇടും, ഇല്ലെങ്കിൽ ഇതേ ഇട്ടു. കേട്ടോ, കൂടാനും പാടില്ല കുറയാനും പാടില്ല. ഇനി നമുക്ക് തീ കുറച്ച് കൂട്ടി വെക്കാം കേട്ടോ. തിളക്കട്ടെ തിളക്കട്ടെ. പിന്നെ മഞ്ഞ കളറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം കേട്ടോ. മഞ്ഞപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടിക്കും മഞ്ഞപ്പൊടിയൊന്നും മുളക് പൊടിക്കും മുളക് പൊടിയൊന്നും പേര് വരാൻ അത് മഞ്ഞ കളറായതുകൊണ്ട് മറ്റേത് ചുവന്നിരിക്കുന്നതാണ്. ചുവന്ന പൊടി ഒന്നും മേടിക്കാൻ പറ്റില്ല. ചുവന്ന പൊടി ഭയങ്കര കണ്ടുപിടുത്തമാണല്ലോ. തിളക്കട്ടെ തിളക്കട്ടെ എന്നാ. വെള്ളം തിളച്ചില്ലേ? വെള്ളം തിളച്ചു തിളച്ചു. കുറച്ച് കുറച്ചിട്ടേ. ആ ഇട്ടോ ഇട്ടോ. അയ്യോടാ, പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് മുട്ടിക്കണ്ട. കളയരുത് കേട്ടാ. ഇങ്ങനെ ഒറ്റടിക്ക് കഴിഞ്ഞ പണിയല്ലേ. ഇട്ടേ ഇട്ടോ ഇട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കൂടി പോയിന്ന്. ഏയ് വെള്ളമൊന്നും കൂടിയിട്ടില്ല, ആണ്ട് കറക്റ്റാ. ആ വെന്തൂരല്ലേ. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമുക്ക് ഇത് ആവിയിൽ
വേവിച്ചെടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഉപ്പുമാവ് കഴിക്കണം. കഴിച്ചിട്ടില്ല, കഴിക്കാൻ പോണത്. ബിരിയാണി പോലെ ഉണ്ടല്ലോ ചേട്ടാ. കൊച്ചു പിള്ളേർക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ, നമുക്ക് അടച്ചു വെക്കാം. മുടി പാത്രത്തെ അവിടെ നിന്ന് എടുക്കാം. ആ മുടി പാത്രം എടുത്ത ഏതെങ്കിലും പാത്രം വീഴും. എന്തേ പറ്റിയ വീഴാം, മാങ്ങ വീണാറ് വീഴാം. മാങ്ങ വീണ അയ്യോ, ഒരെണ്ണം വീണെല്ലാം വീഴും. അപ്പൊ ഇതിങ്ങനെ ആവിയിൽ വേണം കേട്ടോ. എന്തോട്ടേട്ടാ എന്ത് വെന്ത് വരട്ടെ. റെഡി ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. എന്തേലും പ്രശ്നമുണ്ടോ ചേട്ടാ? നമ്മൾ തന്നെയാണ് കഴിക്കുന്നത്. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. അതെ, മതി. എന്ത് മതി? ഫുള്ള് കഴിച്ചോണം കേട്ടോ. നിൽക്കട്ടോ. അമ്മച്ചി ടേസ്റ്റ് നോക്കാൻ മതി. അമ്മച്ചിക്ക് അത്ര ഇഷ്ടമല്ലാത്തോണ്ടേ അമ്മച്ചി ജസ്റ്റ് ടേസ്റ്റ് നോക്കുള്ളൂ. അമ്മച്ചിക്ക് ഇഷ്ടം കഴിച്ചോ. ദോശ അല്ലേ അമ്മച്ചി? ചപ്പാത്തി ചപ്പാത്തി. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ഞാൻ ആദ്യം കഴിച്ചു. ഞാൻ അമ്മച്ചി കഴിച്ചു നോക്ക്. സ്പൂണെടുത്ത് കഴിക്ക്. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ എങ്ങനെയുണ്ട് അമ്മച്ചി? കറക്റ്റാണ്. ഞാൻ കഴിച്ചോളൂട്ടാ. നീ കഴിക്കാൻ പറ്റേ? അടുത്തൊരു വീഡിയോ ആയിട്ട് പറയണ്ടേ? അലുവയും കൂടി കഴിക്കുന്നുണ്ട്. കറുത്തലുവ വേണ്ട. കറുത്തലുവ ചക്കയില്ല. ചക്ക അലുവല്ലേ ഇത്? കറുത്തലുവ ഞാനതിനുള്ളു. കുറച്ച് ചേർക്കാം. കറുത്തായതുണ്ട്. വെളുത്തലുവ ഇഷ്ടം. ഇപ്പം വിശക്കുണ്ട്. പിടിച്ചേ. എന്തിന് എടുത്തു കൊടുക്കണം. പിന്നെ പ്രശ്നം എന്റെ കൈ മുറിക്കില്ലേ? സമ്മതിച്ചു കൂട്. കൊടുക്കാം. പിന്നല്ല നിങ്ങൾ പാടും തന്നെ. അലുവ വേണ്ട. ഈ അലുവ ഉപ്പുമാവിലേക്ക് പോവാം. അലുവയും മിച്ചറും കഴിക്കുന്നുണ്ട്. അലുവയും ഉപ്പുമാവും കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അലുവ ഉപ്പുമാവും കൂടി പോകും. വേണ്ട, ശരിക്കും കുഴക്കുക. പണ്ടുള്ള ആൾക്കാർ പണിയെടുത്ത അലുവയും ഇറച്ചി കൊടുത്ത് മേടിച്ചു തരും. അതിനിടം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.